അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നു. വിമാനം തകർന്നു വീണ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് ലഭിച്ചത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും കോക്പിറ്റ് വോയിസ് റെക്കോർഡും ലഭിച്ചതായി DGCA സ്ഥിരീകരിച്ചു. വിമാനാപകടത്തിന്റെ കാരണം ഇനിയും വേഗം കണ്ടെത്താൻ കഴിയും. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വഴിതെളിയിക്കുന്ന ഡിജിറ്റൽ ഡേറ്റയാണിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വിവരങ്ങൾ പ്രതീക്ഷ, ഈ തിരച്ചിലിൽ ഈ പരിശോധനയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അത് പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ വേണ്ടി അത് കണ്ടെടുക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ രണ്ട് ഭാഗങ്ങൾ അത് രണ്ടും ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ഈ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ് FDR, രണ്ടാമത്തേത് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന് പറയുന്ന CVR. ഈ CVRനകത്താണ് ഈ കോക്പിറ്റിനകത്തുള്ള സംഭാഷണങ്ങൾ, അതായത് രണ്ട് പൈലറ്റുമാരും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു, ഈ വിമാനങ്ങൾ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്ന ആ നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് ഇരുവരും സംസാരിച്ചത്, എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ, കോൺക്രീറ്റ് ആയിട്ടുള്ള വിശദീകരണം ആ CVRനകത്ത് ഇരിപ്പുണ്ട്. ആ സംഭാഷണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഈ വിമാനം പറന്നുയർന്ന് അവിടെ നിന്നും ഏകദേശം 500 മീറ്റർ എയർ ഡിസ്റ്റൻസ് കടന്ന് താഴേക്ക് പതിക്കാനെടുത്ത ആ 32 സെക്കൻഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് ബോക്സിന്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഹോസ്റ്റലിന്റെ മുകൾ ഭാഗത്തു നിന്നും ഈ വിമാനത്തിന്റെ ഒരു ഭാഗം വന്ന് തകർന്ന് വീണ് അതിന്റെ അവശിഷ്ടങ്ങൾ ഇത്രയും മണിക്കൂറുകളായി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ അതിനകത്ത് നിന്ന് നടത്തിയ പരിശോധനയിലാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നതും അത് പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നതും. 40 ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കാനായി ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 3 മുതൽ 10 ദിവസം വരെ ഒരുപക്ഷെ എടുത്തേക്കാം ഇത് ഡീകോഡ് ചെയ്ത് അതിനകത്തുള്ള വിവരങ്ങൾ പരിശോധിക്കാനായിട്ട്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം അതാണ്. എങ്ങനെ ഈ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് 2 എഞ്ചിന്റെയും ത്രസ്റ്റ് നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചു? അതിന് പല നിഗമനങ്ങളും ഉണ്ടായി, പല ഊഹാപോഹങ്ങളും ഉണ്ടായി. അതിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഭാഗങ്ങൾ CVR അടക്കം ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം, നിർണായകമായിട്ടുള്ള വിവരം വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്നു. ഇനി അത് അടുത്ത 10 ദിവസത്തിനകം അത് ഡീകോഡ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കി DGCAയുടെ റിപ്പോർട്ട് തയ്യാറാകും. നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ആ 32 സെക്കൻഡിൽ എന്ത് സംഭവിച്ചു എന്നും എന്തുകൊണ്ട് വിമാനത്തിന് ഇത്രത്തോളം അപകടം സംഭവിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാകും. പക്ഷേ അപ്പോഴും ഈ പരിശോധന ഇവിടെ അവസാനിച്ചിട്ടില്ല. അതായത് കാണാതെ ആയവർക്ക് വേണ്ടി ഇപ്പോഴും ആളുകൾ പരാതിയുമായി വരുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരെ കാണാനില്ല, അത് അൺഅക്കൗണ്ടഡായി ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ളവരെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരഞ്ഞുകൊണ്ട് NDRF സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസാനഘട്ട പരിശോധന എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ഓരോ കോൺക്രീറ്റ് പാളികളും മറിച്ചിട്ട് നോക്കി മാത്രമേ ഇവർ ഈ തിരച്ചിൽ പൂർത്തിയാക്കൂ. അർജുൻ പീതാംബരനാണ് അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.